സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഞാനിവിടെ ഒരു ക്യാൻഡലിൻ്റെ ലോയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഒരു റീസൺ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഞാനിവിടെ 22802 എന്ന് പറയുന്ന ലെവലിൽ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അത് ഒരു മേജർ ലെവലായിരുന്നു. ആ മേജർ ലെവലിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് 2 വട്ടം മാർക്കറ്റ് മണ്ടക്കോട്ട് മൂവ് ചെയ്തു. അപ്പോൾ മിക്ക റീറ്റെയിലേഴ്സും ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാകും. ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൻ്റെ ഏകദേശം ഈ ക്യാൻഡിൽ ലോയിലൊക്കെ ആയിരിക്കും ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റ് എപ്പോഴും സ്റ്റോപ്പ് ലോസസ് ഉള്ള സ്ഥലത്തോട്ടാണ് മൂവ് ചെയ്യാറുള്ളത് എന്നുള്ളത്. സോ നമ്മളിവിടെ ഒരു ചെറിയ സ്കാൽപ്പ് ട്രേഡ് എടുത്തേക്കുവാണ്. നമ്മുടെ സ്ട്രാറ്റജി സിമ്പിൾ തന്നെയാണ്. ബിഗ് ബാർ ക്യാൻഡിൽ 9 EMA മണ്ടയ്ക്ക് ക്ലോസിങ് കൊടുക്കുക. സെയിം സ്ട്രാറ്റജി തന്നെയാണ്. 9 EMA മണ്ടയ്ക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ബിഗ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തു. നമ്മുടെ ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും കൂടെ ഉപയോഗിച്ചു. മാത്രമല്ല, രാവിലെ ഞാൻ ഫെബനാച്ചി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് മാർക്കറ്റിൻ്റെ 0.5-ൻ്റെയും 0.6 ലെവലിൻ്റെ മണ്ടയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ ഏകദേശം 10 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് 20 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റമാണ് വേണ്ടത്. ഏകദേശം 380 വരെയുള്ളൊരു മൊമെൻറ്റം നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. അഥവാ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആകുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് എടുത്തേക്കുന്നത്. സോ ഇവിടുത്തെ ട്രേഡ് എടുക്കാനുള്ളതിൻ്റെ ലോജിക് ആൻഡ് റീസൺസ് ഞാനിവിടെ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഓൾറെഡി. സോ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലോട്ടാണ് എപ്പോഴും മൂവ് ചെയ്യാറുള്ളത്. അപ്പോൾ ലിക്വിഡിറ്റി ഉള്ളത് മിക്കവാറും ഈ ക്യാൻഡിലിൻ്റെ ലോയിലൊക്കെ ആയിരിക്കും ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ മിക്ക ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മണ്ടക്കോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും കണ്ടു കാണും, മാർക്കറ്റ് ഇന്ന് ഏകദേശം 200-260 പോയിന്റിൻ്റെ മണ്ടയ്ക്കുള്ള മൂവ്മെൻറ്റമാണ് കൊടുത്തത്. ഏകദേശം ഗ്യാപ്പ് അപ്പ് ആണ് കൊടുത്തത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മിക്കപ്പോഴും മാർക്കറ്റ് അപ്പ് ഡയറക്ഷൻ തന്നെയായിരിക്കും മൂവ് ചെയ്യാനുള്ളത്. ഡൗൺ ഡയറക്ഷനിലൂടെ ട്രേഡ് എടുക്കുന്നത് ശുദ്ധ മണ്ടത്തരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 9 EMA മണ്ടയ്ക്ക് മാർക്കറ്റ് എപ്പോൾ ട്രേഡ് ചെയ്താലും നിങ്ങളെപ്പോഴും കോൾ ഓപ്ഷനിലായിരിക്കണം ട്രേഡ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത്. സോ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, ഒരു 20 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റമാണ് എനിക്ക് വേണ്ടത്. 361-ലാണ് ഞാൻ എൻ്റർ ചെയ്തത്. 380 വരെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരുന്നു. ചെറിയൊരു സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാനിവിടെ എക്സിറ്റ് ആയേനെ. ചെറിയൊരു സ്കാൽപ്പാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു സ്പൈക്കേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 380 വരെ മാർക്കറ്റ് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എക്സിറ്റ് ആകുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ട്രേഡ് എടുക്കാനുള്ളതിൻ്റെ ലോജിക് ആൻഡ് റീസൺസ് ഞാൻ പറഞ്ഞു തന്നു. കാരണം നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബിഗ് ബാർ സ്ട്രാറ്റജിയിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തി. കാരണം അതിനകത്തിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ട്രേഡിൽ ഞാനിപ്പോൾ എൻ്റെ ബാക്ക് ടെസ്റ്റ് ഡേറ്റ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്കധികം ഇതില്ല. എന്താണ് എനിക്ക് പറയുക, ഒരു റിസ്ക് ടു റിവാർഡ് റേഷ്യോ മാത്രമല്ല, നമ്മുടെ ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് എത്ര ശതമാനമാണെന്നുള്ളത് ഒരു അറ്റ്ലീസ്റ്റ് 50% എങ്കിലും നമുക്ക് വേണമല്ലോ. ഒരു 45% ഉള്ളായിരുന്നു അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഒരു 3 മന്ത്സോളം ഞാനത് നോക്കി. 3 മന്ത്സിൻ്റെ എല്ലാ ഡേറ്റയും ഒരുമിച്ച് വെച്ചതിന് ശേഷമാണ് എനിക്കൊരു അത്രയും കിട്ടിയത്. സോ എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ അതിനകത്ത് തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്തി. ലിക്വിഡിറ്റി സ്ട്രാറ്റജി പ്ലസ് ഓർഡർ ബ്ലോക്ക് ആൻഡ് സം അതർ ഐറ്റംസ് ഐ ആഡഡ്. സോ 379, 380 ഞാനിവിടെ എൻ്റെ ഫോൺ ഓക്കെ ഗൈസ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. 380 വരെ എനിക്കിവിടെ മൊമെൻറ്റവും കിട്ടി. ദാറ്റ്സ് ഇറ്റ്. സ്കാൽപ്പിങ്ങിനാണ് ചെയ്യുന്നത്. സ്കാൽപ്പ് നമ്മൾ ചെറിയ പോയിന്റിൻ്റെ മൊമെൻറ്റം നമുക്ക് കിട്ടി, നമ്മൾ ക്യാപ്ചർ ചെയ്തു, നമ്മൾ ഇറങ്ങി. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ പൊസിഷനും എക്സിറ്റ് ചെയ്തു. ഓക്കെ, സോ 361-ൽ ഞാൻ എൻ്റർ ചെയ്തു, 380-ൽ ഞാൻ എക്സിറ്റ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സോ ഈ ട്രേഡിൻ്റെ എല്ലാ ലോജിക്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തന്നെ എന്താ പറയണമെന്ന് അറിയില്ല. സോ ഐ എം റിയലി ഹാപ്പി ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.